മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടയ്ക്കാൻ 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. 22,336 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. പൂജകൾ പൂർത്തിയാക്കി 18-ാം തീയതി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. ഹരിഹരസുതനെ ധർമ്മശാസ്താവേ പൊന്നമ്പലവാസനെ സത്യസ്വരൂപനെ ശബരിഗിരിനാഥനെ ശരണഘോഷപ്രിയനെ മഹാഗണപതി ഭഗവാനെ മാളികപ്പുറത്തമ്മ സർവേശ്വരിയെ സുബ്രഹ്മണ്യ സ്വാമിയെ വെൺഗുരുനാഥനെ. മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ ഭക്തജന തിരക്കാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെയും ഫ്ലൈ ഓവറും നടപ്പന്തലും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. 10-ാം തീയതി വരെ മലയാളികളായിരുന്നു കൂടുതലായി എത്തിയതെങ്കിൽ കഴിഞ്ഞ 4 ദിവസങ്ങളായി ദർശനത്തിനെത്തുന്ന അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മാളികപ്പുറങ്ങളും കുഞ്ഞുമാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കൂടുതലായി എത്തുന്നു. കുട്ടികളുടെ ചോറൂണ് ചടങ്ങിനെത്തുന്നവരുമുണ്ട്. കുഞ്ഞിനെ കൊണ്ട് നടക്കാൻ ഇച്ചിരി പ്രയാസമാണ്, കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ. വലിയ തിരക്കില്ല, കഴിഞ്ഞോളം വന്ന് നടക്കാൻ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഇല്ലില്ല തിരക്കൊന്നും ഇല്ലായിരുന്നു. ഉറക്കമായിരുന്നു ആള്. ഇപ്പോഴിവിടെ വന്നപ്പോഴാണ് എഴുന്നേറ്റ്. എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ്, ചേട്ടൻ്റെ കുഞ്ഞ്. അപ്പോൾ ചേട്ടനും ചേച്ചിയാണ് ദുബായിൽ, അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചേച്ചിയുടെ അമ്മ, പിന്നെ ബ്രദറ്, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രസീത് ചോദിക്കാൻ വേണ്ടി പോയേക്കും. ഇപ്പോൾ 1 വയസ്സായവർക്ക് അല്ല, ഏറ്റവും സ്ഥിരമാണുണ്ടായിരുന്നു. എന്നാലും അല്ല, ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പം പ്രായമായി കഴിഞ്ഞപ്പോൾ ആദ്യം തിരക്ക് കുഴപ്പമില്ലായിരുന്നു. കയറാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നോർമലി തിരക്ക് ഇച്ചിരി കുറവായിരുന്നു, മറ്റുള്ള ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കുറവായിരുന്നു ഇന്ന് തോന്നി. നടപ്പന്തൽ അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മാളികപ്പുറത്തിന് സമീപം മരാമത്ത് കെട്ടിടത്തിന് മുൻഭാഗം, അരവണ കൗണ്ടറിന് മുൻഭാഗം എന്നിവിടങ്ങളിലെല്ലാം വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്കുണ്ട്. 18-ാം തീയതി രാത്രി 10 മണിക്ക് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നതോടെ 18 ദിവസം നീണ്ടുനിന്ന ദർശനകാലത്തിന് സമാപനമാകും. ജനം സന്നിധാനം.